ടീം UDF, അത് ടീമേ ഇല്ല. ടീം എന്ത് ടീം UDFന് ടീമില്ലാതെ കൊണ്ടല്ലേ മേയറും മറ്റേ എന്തൊക്കെയാ വന്നേ ക്യാപ്റ്റനും പിന്നെ എന്തൊക്കെയോ, അതായത് മിലിറ്ററിയിലെ മുഴുവൻ റാങ്കും ഇപ്പൊ അവർക്ക് ഓരോരാൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവസാനം ക്യാപ്റ്റൻ TPM ക്യാപ്റ്റൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ പറയേണ്ട പല കാര്യമുണ്ട്. ഞങ്ങളങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇത് അവരെന്നെയാണ് പറയുന്നത്. ഞാൻ ക്യാപ്റ്റനാണ്, നീ മറ്റേ മേജറാണ്, നീ പിന്നെ മറ്റേ കേണലാണ് എന്നൊക്കെ അവരെന്നെ പറയുന്നു. അതുപോലെ ഞങ്ങളാരും വേണ്ടുന്നില്ല. ടീം UDF ഇല്ല, ടീം UDF ആവാനും പറ്റില്ല. കാരണം അത് അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാത്മകമായ സാഹചര്യം ഇപ്പോഴേ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കത് കാണാം. ശരിക്കും തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഒരു അവസ്ഥ? മാഷിന്റെ ഒരു വിലയിരുത്തൽ, കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അടുത്ത തെരഞ്ഞെടുപ്പോടെ എങ്ങനെയായിരിക്കും മാഷിന്റെ വിലയിരുത്തൽ? ഞാനിപ്പോ അതിനെപ്പറ്റി ഒന്നും വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമില്ലാതെ വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. PJരാജൻ ഉയർത്തിയത് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലത് പിന്തുണയും കിട്ടും. പക്ഷേ PJരാജൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. പിന്നെ വെറുതെ അതിന്റെ മേലെ ആവശ്യമില്ലാതെ എന്ത് വ്യക്തതയാ വേണ്ടത്? ഏടവണ പറഞ്ഞു ഞാൻ വിശദീകരിച്ചത്. അത് പറഞ്ഞു തീർന്നിട്ട് മതി. അടുത്ത ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് എവിടെയോ അവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോട്. ഏത് അവ്യക്തതയാ വന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ ആ കാലം മുതൽ റവാഡയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന വിമർശനം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. എക്കാലവും ഉന്നയിച്ചിട്ടില്ല. കുറ്റമുക്തനാക്കിയതൊരു പ്രശ്നം കഴിഞ്ഞു. തീർന്നില്ലേ? അപ്പൊ സംശയം തീർന്നല്ലോ. വ്യക്തത വന്നില്ലേ? ഇനി വ്യക്തത വന്നില്ലേ? വെറുതെ പറഞ്ഞില്ല. നായനാർ സർക്കാരിന്റെ കാലത്താണ് ഈ പറയുന്ന കേസിനാക്കിയായിട്ട് അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് CPM നിലപാടെടുത്തിട്ടുള്ളത്. കരുണാകരന്റെ കാലത്ത് കമ്മീഷൻ അന്വേഷിച്ചിട്ട് അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തി. പിന്നീട് കമ്മീഷൻ അന്വേഷണ കാര്യത്തിൽ ആര് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്ന അല്ലെന്ന് കണ്ടെത്തി. അത് വ്യക്തത വരാതുണ്ട്. അല്ലെന്ന് വ്യക്തമായി. അതിനുശേഷവും കോടതിയും അത് പരിശോധിച്ച് കോടതിയിലും ആ കാര്യത്തിന്റെ അകത്ത് ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. കോടതിയില്ല. കുറ്റക്കാരനാണെന്ന നിലപാട് സ്വീകരിക്കേണ്ടത് സർക്കാരല്ലല്ലോ. കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിന്റെ അവസാന വിധി പറയേണ്ടത് കേക്ക്. ഞാൻ പറഞ്ഞ് തീർന്നിട്ട് പറഞ്ഞോ? നിങ്ങൾ വല്ലാതെ രീതിയിൽ കയറി ഞാൻ പറഞ്ഞ കേക്കിട്ട് എന്നിട്ട് പറ. അതായത് സർക്കാരല്ലല്ലോ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കുക. ആണോ? ആണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ ശരി. അല്ലെങ്കിൽ പിന്നെ ആരാ? കമ്മീഷനുമല്ല, പിന്നെ ആരാ? കോടതിയാണ്. കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി വല്ലാതെ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? PJ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും കൺഫ്യൂഷനും ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. തീർന്നില്ലേ? വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ട് കിടക്കുക.